ഹലോ മക്കൾസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പഠനമൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്ക് ഇന്ന് കുറച്ച് ഇപ്പം മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ചോദിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ, പരിഭാഷ അഥവാ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ശൈലികൾ. പരിഭാഷ മലയാളത്തിൽ സാധാരണമായിട്ട് കാണുന്ന ഒരു കോമൺ ഏരിയ ആണിത്. ഒന്ന് നോക്കാമല്ലോ? ഇവിടെ പിള്ളേരെ ഓക്കെ ആണോ? യെസ്. ഒരു ആവേശത്തോടെ ഇരിക്കുന്നു പഠിക്കാനിരിക്കുമ്പോൾ അയ്യോ ഇത്രയും പഠിക്കണമല്ലോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ കുറച്ച് അറിവ് നേടാൻ അതൊരു സന്തോഷമാണ്. പിന്നെ ഒപ്പം എന്താ, നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുന്ന ഒരു സമയത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനിത് എല്ലാ ക്ലാസ്സിലും എല്ലാ വീഡിയോയിലും പറയുന്നതാ. അപ്പോൾ എന്താ, ആവേശത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് മക്കളെ. ജയിക്കാൻ ആവശ്യമായ എല്ലാ സംഗതിയും അല്ലേ, എല്ലാ സംഗതിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് ഒന്ന് ചിന്തിച്ചു നോക്ക്. കേറി വാ. യെസ്. എ ഹോട്ട് പൊട്ടറ്റോ എന്താ ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം? എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണമായ പ്രശ്നം. ഇവിടെ നല്ല ഹോട്ട് പൊട്ടറ്റോ എന്ന് നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് ഭയങ്കര പ്രശ്നമല്ലേ, സങ്കീർണമായ പ്രശ്നമില്ല. അത് കയ്യിൽ വെച്ചിരിക്കാനും ഇച്ചിരി പ്രശ്നമാണ്. എന്നാൽ തോടോടെ എടുത്ത് കഴിക്കാനോ പറ്റത്തില്ല. അതിനെ ഒന്ന് ആ തോല് പൊളിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി സങ്കീർണമല്ലേ എന്ന് അല്ലേ, കയ്യിൽ പിടിക്കാനും പറ്റത്തില്ല, എന്താ കത്തിയുണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില്ലോ, സങ്കീർണമായ പ്രശ്നമല്ലയോ. എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണമായ പ്രശ്നമാണ്. പൊട്ടറ്റോ ഇയർ എന്ന അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷം 2008 ആണ്. 2008 ഐ ടി അമെൻമെന്റ് ആക്ട് വരുന്നത് 2008. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഗംഗേ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് 2008 യെസ്. അപ്പോൾ എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണമായ പ്രശ്നമാണ്. സിക്ക് ആസ് ഡോഗ് നായയെ പോലെയുള്ള അസുഖം. നായ തീരെ വയ്യാണ്ടായാലേ കിടക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, തീരെ അവശനാകുക. സിക്കാസ് ഡോഗ് തീരെ അവശനാകുക. പഠിച്ച് സിക്കാസ് ഡോഗ് പോലെ ആയി എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വേണ്ട കേട്ടോ, വേണ്ട. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ആവേശം, സാലറി, മന്ത്ലി സാലറി, അടിപൊളി സാലറി ഇൻക്രിമെന്റ്, DA, പുതിയ ശമ്പള കമ്മീഷനൊക്കെ വരുവാണ് കുഞ്ഞുങ്ങളെ. നിങ്ങളൊക്കെ കയറുന്ന സമയത്ത് കിഡിലെ ശമ്പളമായിരിക്കും. ഒന്ന് ആലോചിച്ചൊക്കെ, കൈ നിറയെ കാശൊക്കെ വാങ്ങി ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി ഇഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്ത് ജീവിതം സെറ്റ് ആക്കേണ്ടെന്ന്, ബ്യൂട്ടിഫുൾ ആകണ്ടേന്ന്. സൂപ്പർ അല്ലേടാ, അടിപൊളിയാണ്. യെസ്. അപ്പോൾ സിക്കാസ് ഡോഗ് തീരെ അവശനാകുക. ബ്രേക്കപ്പ് ദ റോങ് ട്രീ തെറ്റിദ്ധരിക്കപ്പെടുക. അപ്പോൾ എന്താ, ആവശ്യമില്ല നമ്മൾ ദോഷകരമാണെന്ന് വിചാരിക്കുന്ന മരമല്ലാതെ വേറൊരു മരം മുറിക്കുക, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കും. ബ്രേക്കപ്പ് ദ റോങ് ട്രീ അല്ലേ. അപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. മരത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതാണ് മോശമായെന്ന് വെച്ചാൽ ആരോ നമ്മളിപ്പോൾ കാശ് കൊടുത്ത ഒരാളെ മരം മുറിക്കാനായിട്ട് വിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ നമ്മൾ പറഞ്ഞതായിരിക്കില്ല അയാൾ വിചാരിക്കുന്നത്. അല്ലാതെ ഒരു കട്ട് ചെയ്ത് അയാൾ തെറ്റിദ്ധരിച്ചിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ചുമ്മാ ഇങ്ങനെ സ്റ്റോറിയുടെ കാര്യമൊന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ, ബ്രേക്കപ്പ് ദ റോങ് ട്രീ തെറ്റിദ്ധരിക്കപ്പെടുക. ഇവിടെ ഇനി ഇത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ എടുത്തൊന്ന് ഉപയോഗിക്കാൻ, ഇഡിയംസ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചാട്ടെ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിപരീതാർത്ഥ പ്രശംസ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, അപ്പോൾ എന്താണ് വിപരീതാർത്ഥ പ്രശംസ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ നമ്മൾ നന്നായിരിക്കുന്നു എന്നൊക്കെ പറയത്തില്ല, വിപരീതാർത്ഥ പ്രശംസയാണ്. ചിലവർക്ക് മനസ്സിലാവും, ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിപരീതാർത്ഥ പ്രശംസ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെ ആയിരിക്കുന്ന ജോലി കിട്ടുന്നത് വരെ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. രാത്രി വൈകി പണിയെടുക്കുക. ടീച്ചറെ പഠിക്കാൻ സമയമില്ല ടീച്ചറെ, പിള്ളേരെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അപ്പോൾ ഞാൻ പറയുന്നു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. രാത്രി വൈകി പണിയെടുക്കൂ. പിള്ളേരൊക്കെ ഉറങ്ങിയിട്ട് അപ്പോൾ പറയും പിള്ളേർ 11 മണിയാകും 12 മണിയാകും, എന്നാൽ 12:30 മുതൽ പണിയെടുക്കൂ. ഓക്കെ, കുറച്ച് കാലത്തേക്കല്ലേ എന്ന്. പിന്നെ അടുത്ത് നമ്മൾ റെഗുലർ ടൈം എങ്ങോട്ടേക്ക് പോകും? 10 മണി മുതൽ 5 മണി വരെ എന്ന സുഖകരം അനുഭവത്തിലേക്ക് പോകത്തില്ലേ? യെസ്. ഓക്കെ, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. രാത്രി വൈകി പണിയെടുക്കുക. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. രാത്രി വൈകി പണിയെടുക്കുക. ഹൈവേ മാൻ, പിടിച്ചു പറിക്കാരൻ. ഇവിടെ നമുക്ക് ഈ ക്ലാസ് ഇരിക്കുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ആയിരിക്കും ബാക്കി 3 ഓപ്ഷൻസും വരിക. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിച്ചു. ഹൈവേ മാൻ, പിടിച്ചു പറിക്കാരൻ. ഇത് ട്രിവാൻഡ്രം LDയുടെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഹൈവേ മാൻ, പിടിച്ചു പറിക്കാരൻ. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. വീണ്ടും പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന എൻ്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. സമഗ്രമായി അന്വേഷിക്കുക. നമ്മൾ വിചാരിക്കും ഈ മേഖല പഠിക്കാൻ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന 1 മാർക്ക് നമുക്ക് വേണ്ട. മേ ബി ആ 1 മാർക്കായിരിക്കും
നിങ്ങളെ സർക്കാർ ജോലിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. സോ ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, സമഗ്രമായി അന്വേഷിക്കുക. ഏതൊക്കെ പഠിക്കണം, കുറച്ച് ദിവസത്തെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലാണ് ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്, അത് പ്രസ്താവനയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും മക്കളെ. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, സമഗ്രമായി അന്വേഷിച്ചോ, സമഗ്രമായി. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, സ്വാഭാവികമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ, രഹസ്യത്തെ എന്ത് ചെയ്യുക, പുറത്തറിയിക്കുക. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ഒളിപ്പിച്ചു വെച്ചിരുന്ന പൂച്ചക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നു. ആ പൂച്ചക്കുഞ്ഞ് ഇപ്പൊ ബാഗിനകത്തിരുന്നാലും അവിടെ നിന്ന് വിളിച്ച് പുറത്ത് വരത്തില്ലയോ, സ്വാഭാവികം. രഹസ്യം പുറത്തറിയിക്കുക. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, രഹസ്യം പുറത്തറിയിക്കുക. ഇത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് കുറച്ച് മേഖലയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മേഖലയിൽ നിന്ന് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫാക്ട്സ് എന്ത് ചെയ്യുക, എടുക്കുക കേട്ടോ. ഈ മേഖല ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ വീണ്ടും ഈ ഇതിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റു ക്വസ്റ്റ്യൻസിനെ എന്ത് കളക്ട് ചെയ്യുക, പഠിക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. എ ഹോട്ട് പൊട്ടറ്റോ, സങ്കീർണമായ പ്രശ്നം. കൂടെ ഇരുന്ന് പഠിച്ചോ മക്കളെ. യെസ്, ഓക്കെ. എ ഹോട്ട് പൊട്ടറ്റോ, സങ്കീർണമായ പ്രശ്നം. സിക്കാസ് ഡോഗ്, തീരെ അവശനാകുക. ബ്രേക്കപ്പ് ദ റോങ് ട്രീ, തെറ്റിദ്ധരിക്കപ്പെടുക. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ്, വിപരീതാർത്ഥ പ്രശംസ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, രാത്രി വൈകി പണിയെടുക്കുക. ഹൈവേമാൻ, പിടിച്ചുപറിക്കാരൻ. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, സമഗ്രമായി അന്വേഷിക്കുക. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, രഹസ്യം പുറത്തറിയിക്കുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബൈ, ടേക്ക് കെയർ. അപ്പോൾ സൂപ്പറായിട്ട് പഠിച്ചു.